സാർ സാർ ഒരു അപരിചിതനാണ്. വാതിൽ തുറക്ക്, വാതിൽ തുറക്ക്. ഒരു അപരിചിതനാണ്. വാതിൽ. ഞാൻ ശങ്കരനാരായണൻ, കേരള TTC 86 ബാച്ച്, നാട് കുറുവാഞ്ചേരി. കൊപ്ര കച്ചവടക്കാരൻ ഇസ്മയിൽ രാത്രി 10 മണിക്കാണ് വിവരം പറയുന്നത്. ആരാ ഈ പാതിരാത്രി കയറുമെന്ന് ഒച്ച വയ്ക്കുന്നേ? ഞാൻ കേരള TTC സ്കൂളിൽ സീറ്റ് ഒഴിവുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാ. ഇതിനൊന്നും നേരവും കാലമൊന്നും ഇല്ലേ? രാത്രി 2 മണിക്കാണോ KTC? ഇതാരാ, മകളാണോ? അയ്യോ, ഇതെന്താ സൈക്കിളോ? കോലായി മുഴുവൻ മണ്ണായില്ലോ. മുറ്റത്ത് വെച്ചാ സൈക്കിളിന്റെ ടയർ പട്ടിയടിക്കും. ടയർ അടിക്കുന്ന പട്ടിയൊന്നും ഇവിടെ ഇല്ല. ആരാമേ? ആ, ഏതോ ഒരു KTC. KTC അല്ല, കേരള TTC, നാട് കുറുവാഞ്ചേരി. ഇതാരാ, ഭാര്യയാണോ? കുറുവാഞ്ചേരി ഇവിടം വരെ സൈക്കിൾ ചവിട്ടി വന്നോ? 25 കിലോമീറ്ററല്ലേ ഉള്ളൂ. സാധാരണ 50-100 കിലോമീറ്റർ ഒക്കെയാ സൈക്കിൾ ഓടിക്കുന്നത്. ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഓട്ടം തുടങ്ങിയിട്ട് നാളെ കുറച്ചായേ. സൈക്കിൾ ഇറക്കി നോക്കണോ? നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം. അയ്യോ, എന്താ? 4 ലക്ഷമാണ് ഡിമാൻഡ് എന്ന് അറിഞ്ഞു. അത് ഇച്ചിരി കൂടുതലാണ്. എന്നാലും സീറ്റ് എനിക്ക് വേണം. സീറ്റ് തരാം, പക്ഷെ ഉറപ്പ് തരണമെങ്കിൽ പകുതി പണം അഡ്വാൻസ് ആയിട്ട് ഉടനെ കിട്ടണം. ഓ, സമാധാനായി. മറ്റാർക്കെങ്കിലും ഇതിനകം വാക്ക് കൊടുത്തിരിക്കുമെന്നുള്ള ഭയമായിരുന്നു. എങ്കിൽ പിന്നെ ഞാനിനി നിൽക്കുന്നില്ല. അഡ്വാൻസ് ആയിട്ട് വരാം. മറക്കരുത്, ശങ്കരനാരായണൻ, കേരള TTC, കുറുവാഞ്ചേരി. ശങ്കരനാരായണൻ. അയ്യോ, എന്റെ ചട്ടിയൊക്കെ പൊട്ടിച്ചു. ഇയാൾ ഈ സൈക്കിൾ നോക്കിയെടുത്ത് എങ്ങോട്ട് പോകുന്നു? മുറ്റത്ത് വെച്ചാൽ സൈക്കിളിന്റെ ടയർ പട്ടിയടിക്കും. കോലായി സൈക്കിൾ കെട്ടിയൊക്കെ ഞാൻ സമ്മതിക്കില്ല. എങ്ങോട്ട് അല്ല, പട്ടി പട്ടി എന്റെ തന്ത. ഞാൻ അഡ്വാൻസ് കൊണ്ട് വന്നതാ. എന്താ വിശാലം ഇത്? വീട്ടിൽ വരുന്ന അതിഥികളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? എന്താ അതിഥി? ഇയാൾ ചട്ടി പൊട്ടിച്ചു. ഒരു ചട്ടി പൊട്ടിയെങ്കിൽ 10 ചട്ടി വേറെ വാങ്ങിക്കാമല്ലോ. അച്ഛന് 4 ലക്ഷത്തെ ഉപദ്രവിക്കാതെ. 4 ലക്ഷം എന്നൊക്കെ ആദായ നികുതിക്കാർ കേട്ടാ നമ്മളെല്ലാം അകത്താവും. എന്തായാലും 4 ലക്ഷം വാങ്ങിച്ചിട്ടാണ് ആളെ ചേർക്കുന്നതെന്ന് അച്ഛനിപ്പോ സമ്മതിച്ചോ? എല്ലാം നിനക്ക് വേണ്ടിയാ മോളെ. ഈ തുക കിട്ടിയിട്ട് വേണം മോളെ കല്യാണം കഴിച്ച് അയപ്പിക്കാൻ. ഓ, എന്തൊരഭിനയം. അപ്പൊ കാര്യങ്ങൾ പരസ്പര പൂരകമാണ്. ജോലി കിട്ടിയിട്ട് വേണം എനിക്ക് കല്യാണം കഴിക്കാൻ. എന്റെ 4 ലക്ഷം കിട്ടിയിട്ട് വേണം മകളെ കല്യാണം കഴിപ്പിക്കാൻ. ലക്ഷത്തിന്റെ കാര്യം പതുക്കെ പറയാൻ പറഞ്ഞിടൂ. അഡ്വാൻസ് തുക തൽക്കാലം 1 ലക്ഷം മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. 2 ലക്ഷം കൊണ്ടുവരാന്ന് പറഞ്ഞ് പോയിട്ട് ശരിയാവും, ഉടനെ ശരിയാവും. ഇതങ്ങ് വാങ്ങിയാട്ടെ. അല്ല, അത് ബാക്കി 3 ലക്ഷം കിട്ടിയിട്ട് എന്നെ അപ്പോയിന്റ് ചെയ്താൽ മതിയെന്നേ. അല്ല, എനിക്കിതിനൊരു രസീതി വേണം. അതൊന്നും നടക്കില്ല. ആദായ നികുതിക്കാണെങ്കിൽ നമ്മളെ 2 പേരെ അകത്താക്കും. അപ്പോ ഞാൻ പുറത്തു പോയി 2 സാക്ഷികളെ കൂട്ടിക്കൊണ്ട് വന്നാൽ? അല്ല സാറി, തുക വാങ്ങിച്ചോന്ന് എനിക്കൊരു ഉറപ്പിന്. സാക്ഷികളല്ലോ ഈ നിൽക്കുന്നത്. ഇത് മതിയാ? പോരെങ്കിൽ ഏറ്റവും വലിയ സാക്ഷിയല്ലേ മോള് നിൽക്കുന്നത്. ആര്? കർമ്മസാക്ഷി, സൂര്യഭഗവാൻ. അപ്പൊ പിന്നെ ഞാൻ നിൽക്കുന്നില്ല. ബാക്കി 3 ലക്ഷം സംഘടിപ്പിക്കണമല്ലോ. പൊട്ടിയ ചട്ടി വാങ്ങിക്കണം. എന്തൊക്കെ ആവശ്യങ്ങളാ ഈശ്വര.